അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് നൽകി. ഈ കാലയളവിൽ അല്ലാഹു ഇഷ്ടപ്പെട്ടതും ഇഷ്ടപ്പെടാത്തതുമായ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഓരോരുത്തരും ചെയ്തിട്ടുണ്ട്. അത് ഓരോരുത്തരും ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളായിരിക്കും ഒരു പക്ഷേ കൂടുതൽ ഉണ്ടാവുക. അത് ഓരോരുത്തരും മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഓരോരുത്തരും നമ്മുടെ വീട്ടിൽ നല്ല വിപുല സമൃദ്ധമായ ഭക്ഷണം തയ്യാറാക്കുമ്പോൾ ആ ഭക്ഷണം വിളമ്പുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ആ പാത്രം ഒന്ന് വൃത്തിയാക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഹൃദയം എന്ന് പറയുന്ന ആ പാത്രത്തെ ഒന്ന് ശുദ്ധിയാക്കാൻ വേണ്ടി ഓരോരുത്തരും ശ്രദ്ധിക്കണം. ഇൻഷാ അല്ലാഹ് അതുകൊണ്ട് തന്നെ ഖൽബറിഞ്ഞുകൊണ്ട് മനസ്സറിഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഓരോ അദ്കാറുകളും ഒരു 33 പ്രാവശ്യം ഇൻഷാ അല്ലാഹ് ചൊല്ലിക്കൊണ്ട് നമുക്ക് പെട്ടെന്ന് അവസാനിപ്പിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാവട്ടെ. അസ്തഗ്ഫിറുല്ലാഹൽ അസീം, അസ്തഗ്ഫിറുല്ലാഹൽ അസീം, അസ്തഗ്ഫിറുല്ലാഹൽ അസീം, അസ്തഗ്ഫിറുല്ലാഹൽ അസീം, അസ്തഗ്ഫിറുല്ലാഹൽ അസീം, അസ്തഗ്ഫിറുല്ലാഹൽ അസീം, അസ്തഗ്ഫിറുല്ലാഹൽ അസീം. أستغفر الله العظيم، 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 أستغفر الله العظيم. الله നമ്മുടെ ഇസ്തിഗ്ഫാർ നീ സ്വീകരിക്കണേ അല്ലാഹുവേ, ഞങ്ങളുടെ പാപങ്ങളൊക്കെ നീ പുറത്തു തരണേ അല്ലാഹ്. തെറ്റ് ചെയ്യാത്ത കുറ്റം ചെയ്യാത്ത ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓരോ ദിവസവും 100 പ്രാവശ്യവും ഇസ്തിഗ്ഫാർ ചോദി 100 പ്രാവശ്യവും 20 പ്രാവശ്യവും ഇസ്തിഗ്ഫാർ ചോദിച്ചിട്ടുണ്ട് എന്ന് ഹബീബായ തങ്ങൾ തന്നെയാണ് ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത്. അല്ലാഹ് അതുകൊണ്ട് ഞങ്ങൾ നോക്കുന്നതെല്ലാം കാണുന്നതെല്ലാം കേൾക്കുന്നതെല്ലാം ഹൃദയം കൊണ്ട് ചിന്തിക്കുന്നതെല്ലാം അതുകൊണ്ട് റബ്ബേ ഞങ്ങൾ ചൊല്ലിയ ഇസ്തിഗ്ഫാർ നീ സ്വീകരിക്കണേ കബൂലാക്കണേ അല്ലാഹ്. ഇനി തെറ്റിനോടും കുറ്റത്തിനോടും ഞങ്ങൾക്ക് നീ ഒരു അറപ്പും വെറുപ്പും നൽകണേ അല്ലാഹ്. ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. നമ്മൾ പറയാൻ പോകുന്ന അദ്കാർ, ഇനി ചൊല്ലാൻ പോകുന്ന ദിക്റുകളുണ്ടല്ലോ, ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബദർ യുദ്ധവേളയിൽ പോലും ഹബീബായ തങ്ങൾ 2 കരങ്ങളും ഏകനായ റബ്ബിലേക്ക് ഉയർത്തിക്കൊണ്ട് അല്ലാഹുവിനോട് പ്രാർത്ഥിച്ച പ്രാർത്ഥനയാ. ആ പ്രാർത്ഥനയുടെ തക്കമായ ഫലം കൊണ്ടിട്ടാണ് ബദർ യുദ്ധത്തിൽ മുസ്ലിം സമൂഹത്തിന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് രക്ഷ നൽകിയത് എന്നൊക്കെ ഹദീസിൽ കാണാം. ഇനി ആ ദിക്റാണ് പറയാൻ പോകുന്നത്. ആ ദിക്ർ ഖൽബ് തട്ടിക്കൊണ്ട് അല്ലാഹുവിനോട് നമ്മൾ ചോദിക്കുകയാണ്. മനസ്സിൽ വിഷമങ്ങളുണ്ടോ? മനസ്സിൽ പ്രയാസങ്ങളുണ്ടോ? മനസ്സിൽ നൊമ്പരങ്ങളുണ്ടോ? എന്ത് വിഷമമാണെങ്കിലും എന്ത് പ്രയാസമാണെങ്കിലും ഉമ്മമാരെ ഈ ദിക്ർ പരിഹാരമാ. നല്ലതുപോലെ ചൊല്ലണേ, നല്ലതുപോലെ മനസ്സിലാക്കണേ. യാ ഹയ്യോ യാ ഖയ്യൂം യാ
حي يا قيوم يا 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 حي يا قيوم حي يا قيوم يا 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 حي يا قيوم الله നീ സ്വീകരിക്കണേ ഞങ്ങളുടെ പരിശ്രമങ്ങൾ മാറാൻ ഞങ്ങളുടെ പ്രയാസങ്ങൾ മാറാൻ ഈ ദിക്റുൽ കാരണമായി നീ മാറ്റണേ ഇതിന്റെ കഹത്ത് കൊണ്ട് ബറക്കത്ത് കൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരുടെയും അതുപോലെ ഉപ്പമാരുടെയും മക്കളോ ഭർത്താക്കന്മാരോ വിദേശത്ത് പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട് എങ്കിൽ പ്രയാസങ്ങൾ മാറ്റിക്കൊടുക്കണേ ബുദ്ധിമുട്ടുകൾ മാറ്റിക്കൊടുക്കണേ ഇനി ഇൻഷാ അല്ലാഹ് പറയാൻ പോകുന്ന ദിക്ർ എന്താണെന്ന് അറിയുമോ? ആ ദിക്റിന്റെ മഹത്വം വിശാലമാ, ആ ദിക്റിന്റെ മഹത്വം വലുതാ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, കലിമത്താനി ഖഫീഫത്താനി അലൽ ലിസാൻ വതഖീലത്താനി അലൽ മീസാൻ وحبيبتان إلى الرحمن سبحان الله وبحمده سبحان الله العظيم. എന്താണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്? നാവിന്റെ നേരിൽ ഉച്ചരിക്കാൻ ലഘുവാ, വളരെ എളുപ്പമാ. ഇന്നാലോ മീസാൻ എന്ന് പറയുന്ന തുലാസിൽ വല്ലാത്ത കരമുള്ള വസ്തുവാ. കാരുണ്യകടലായ ഖാലിഖായ റാസിഖായ അല്ലാഹ് അത് വല്ലാത്ത ഇഷ്ടമാ. ഏതാണ് ദിക്റെന്നറിയുമോ? സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അസീം. അതുകൊണ്ട് മനസ്സറിഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ പൊരുത്തം കിട്ടണം, അല്ലാഹുവിന്റെ ഇഷ്ടം കിട്ടണം, അല്ലാഹു നമ്മളെ ഇഷ്ടപ്പെടണം എന്നുള്ള ഉദ്ദേശത്തോട് കൂടി ചൊല്ലിക്കോ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അസീം സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അസീം സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അസീം സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അസീം സുബ്ഹാനല്ലാഹി വബിഹംദിhi സുബ്ഹാനല്ലാഹിൽ അസീം സുബ്ഹാനല്ലാഹി വബിഹംദിhi സുബ്ഹാനല്ലാഹി വബിഹംദിhi സുബ്ഹാനല്ലാഹിൽ അസീം 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 سبحان الله بحمده سبحان الله العظيم سبحان الله بحمده سبحان الله العظيم سبحان الله بحمده سبحان الله العظيم سبحان الله
നടക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഇനി ഇൻഷാ അല്ലാഹ് പറയാൻ പോകുന്ന ദിക്ർ ഏതാണെന്നറിയുമോ? മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാം 40 ദിവസമാണ് ഒരു മത്സ്യത്തിന്റെ വയറ്റിൽ കുടുങ്ങിയത്. ആ 40 ദിവസം വരേക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് രക്ഷ കൊടുത്ത ഒരു ദിക്റാണ് പറയാൻ പോകുന്നത്. ആ ദിക്റെങ്ങാനും യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞിട്ടില്ല എങ്കിൽ ഇലാ യൗമിൽ ഖിയാമത്ത് നാൾ വരേക്കും ആ മത്സ്യത്തിന്റെ വയറ്റിൽ കുടുങ്ങിയിരിക്കും എന്ന് യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്. അതുകൊണ്ട് പ്രയാസങ്ങളും ദുഃഖങ്ങളും പരീക്ഷണങ്ങളും അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ ഈ ദിക്ർ ജീവിതത്തിൽ കൊണ്ട് നടക്കണേ. ഏതാണ് ദിക്ർ എന്നറിയുമോ? ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. വിശുദ്ധ ഖുർആനിന്റെ ആയത്താണ്. ഖുർആൻ ഓതിയതിന്റെ പ്രതിഫലം അല്ലാഹു നൽകും. അതിലുപരി ദിക്ർ ചൊല്ലിയതിന്റെ പ്രതിഫലം നൽകും. നല്ലതുപോലെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഒരു 11 പ്രാവശ്യം നമുക്ക് അല്ലാഹുവിനോട് ചോദിക്കാം. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. الله الله ദിക്ർ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഖുർആൻ ഓതിയതിന്റെ പ്രതിഫലം ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്. അതിന്റെ ഓരോ അക്ഷരത്തിന്റെ ഖദർ കണ്ടും റബ്ബേ ഞങ്ങൾക്ക് നീ പുറത്തു തരണേ അല്ലാഹ്. ഇനി പറയാൻ പോകുന്ന ദിക്ർ ഏതാണെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് നമ്മളോട് ധാരാളം അധികരിപ്പിക്കാൻ പറഞ്ഞ ദിക്റാ. മാത്രമല്ല സ്വർഗത്തിന്റെ നിധികളിൽപ്പെട്ട ഒരു നിധിയാണ്. അതുകൊണ്ട് നിങ്ങൾ നല്ലതുപോലെ ആ ദിക്റിനെ നിങ്ങൾ അധികരിപ്പിക്കണേ എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ ദിക്റാ. അത് നമുക്കൊരു 11 പ്രാവശ്യം ചൊല്ലാം. ഏതാണ് ദിക്ർ എന്നറിയുമോ? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. 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 لا حول ولا قوة إلا بالله العلي العظيم. 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 الله الله സ്വർഗത്തിന്റെ നിധികളിൽപ്പെട്ട ഒരു നിധിയാണ് എന്നാണ് ഹബീബായ തങ്ങൾ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത്. ജീവിതത്തിൽ കൊണ്ട് നടക്കാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. ഇനി പറയാൻ പോകുന്ന ദിക്ർ ഏതാണെന്നറിയുമോ? മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം നമ്രൂദ് എന്ന് പറയുന്ന മനുഷ്യനുണ്ടല്ലോ, പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയ മനുഷ്യനാണ് നമ്രൂദ്. ആ നമ്രൂദ് എന്ന് പറയുന്ന ആ മനുഷ്യനുണ്ടല്ലോ,
തീകുണ്ടാരം ഉണ്ടാക്കുകയാണ്. എന്നിട്ട് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ ആ തീകുണ്ടാരത്തിലേക്ക് വലിച്ചെറിയുന്ന സമയത്തും ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനയുടെ ഫലമായി കൊണ്ടിട്ടാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന് നമ്രൂദിന്റെ തീകുണ്ടാരമുണ്ടല്ലോ, ദിവസങ്ങളോളം കത്തിച്ച ആ തീകുണ്ടാരമുണ്ടല്ലോ, ശക്തമായ ചൂടായിരുന്നു. എന്തിനേറെ ആകാശത്തിലൂടെ വട്ടമിട്ട് പറക്കുന്ന പക്ഷികളുണ്ടല്ലോ, അതിൽ കത്തിച്ചാമ്പലാകുന്ന ഒരു അവസ്ഥ പോലും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ കത്തിച്ചാമ്പലാകുന്ന അവസ്ഥയിലുണ്ടല്ലോ വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു രക്ഷപ്പെടുത്തിയ ദിക്റ എങ്ങനെയാണ് രക്ഷപ്പെടുത്തിയെന്നറിയുമോ? തീരോട് പറയുകയാണ്, യാ നാറു കൂനി ബറദൻ വസലാമൻ അലാ ഇബ്രാഹിം. ഇത് ഞാൻ സ്വന്തം പറയുന്ന കാര്യമല്ല, വിശുദ്ധ ഖുർആനിലൂടെ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രത്തിലൂടെ പറയുകയാണ്. അല്ലയോ തീയേ, നീ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിലേക്ക് തടുപ്പായി മാറണേ, ഒരു വിഷമങ്ങളും നീ കൊടുക്കല്ലേ എന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ തീയിനോട് പറഞ്ഞു. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞതെന്നറിയുമോ? ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിനോട് പ്രാർത്ഥിച്ച പ്രാർത്ഥന കൊണ്ടിട്ടാണ്. എന്താണ് ആ പ്രാർത്ഥനയാണ്? എന്താണെന്നറിയുമോ? ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ എന്ന് പ്രാർത്ഥന പറഞ്ഞതിന്റെ കാരണം കൊണ്ടിട്ടാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ തീയിൽ നിന്ന് മോചനം കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് പരീക്ഷണങ്ങൾ വരുമ്പോ പതറണ്ട, പരീക്ഷണങ്ങൾ വരുമ്പോ ദുഃഖിക്കണ്ട, പരീക്ഷണങ്ങൾ വരുമ്പോ തളരണ്ട. പരീക്ഷണങ്ങൾക്ക് ഒന്നക്ക് മേലെ വരുമ്പോ അല്ലാഹു റബ്ബുൽ ഇസ്സത്തും അതുപോലെ പ്രവാചകന്മാരും പഠിപ്പിച്ച ദിക്റുകളുണ്ടല്ലോ, കൊണ്ട് നടന്നാൽ എല്ലാം രക്ഷയാ, എല്ലാം സമാധാനമാ. അതുകൊണ്ട് ഖൽബിൽ തട്ടിക്കൊണ്ട് തന്നെ ചോദിച്ചോ, ഹസ്ബുന, ഞങ്ങൾക്ക് അല്ലാഹ് മതി, അല്ലാഹ് ഞങ്ങൾക്ക് മതി. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. പരമേൽക്കുന്ന ജിൻസ് വളരെ നല്ലത് എന്ന അർത്ഥം വരുന്ന ആ ദിക്ർ പ്രാവർത്തികമാക്കണേ. അതുകൊണ്ട് ഖൽബറിഞ്ഞുകൊണ്ട് മനസ്സ് തട്ടി ചോദിച്ചോ, ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ, 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 ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. അല്ലാഹ് നീ കബൂലാക്കണേ അല്ലാഹ്. എത്ര വലിയ ശത്രുക്കള് നമുക്ക് മീതെ ആക്രമിക്കാൻ വേണ്ടി വരുമ്പോ ആ ശത്രുവിന്റെ ശ്രദ്ധ മാറ്റണമെങ്കിൽ ഈ ദിക്ർ ചൊല്ലിയാൽ മതി എന്ന് ഹബീബായ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അത് രക്ഷാ കവചമായി എടുക്കണേ, രക്ഷാമാർഗമായി നീ സ്വീകരിക്കണേ. അല്ലാഹ് നീ കബൂലാക്കണേ അല്ലാഹ്, നീ സ്വീകരിക്കണേ അല്ലാഹ്. മുസ്ലിം സമൂഹത്തിലുള്ള മുസ്ലിങ്ങൾക്കെതിരെ നടത്തുന്ന ഒരുപാട് യുദ്ധങ്ങളൊക്കെ നടക്കുമ്പോ ആ ശത്രുക്കളെ ഈ ദിക്ർ ചൊല്ലിയതിന്റെ കാരണം കൊണ്ട് നീ അവരെ തകർത്ത് കളയണേ അല്ലാഹ്. ഇനി ഇൻഷാ അല്ലാഹ് പറയാൻ പോകുന്ന ദിക്ർ ഏതാണെന്നറിയോ? മിഫ്താഹുൽ ജന്ന, സ്വർഗ്ഗത്തിന്റെ താക്കോല. വഅമാനും മിനൽ അദാബ്, അദാബിൽ നിന്ന് നിർഭയത്വം കിട്ടുന്ന ദിക്ർ. അതുപോലെ ദിക്റുകളുടെ കൂട്ടത്തിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമുള്ള ദിക്റാണ് എന്ന് ഹബീബായ തങ്ങൾ നമ്മളോട് പറഞ്ഞ ദിക്ർ. ഈ
തട്ടിക്കൊണ്ട് ഉമ്മമാരെ ഉപ്പമാരെ കൽബ് തട്ടിക്കൊണ്ട് ഓരോരുത്തരും ചൊല്ലിക്കോ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് لا إله إلا الله 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 محمد رسول الله الله ذكرني قبولك يا الله ഈ ദിക്റിന്റെ ഹഖ് കൊണ്ട് ബറകത്ത് കൊണ്ട് അല്ലാഹ് ഖൽബിൽ ഈമാൻ നിറച്ചു തരണേ അല്ലാഹ് ഇഖ്ലാസ് നിറച്ചു തരണേ അല്ലാഹ് ആഖിബത്ത് നീ നന്നാക്കി തരണേ അല്ലാഹ് മുസ്ലിമായി മരിപ്പിക്കണേ അല്ലാഹ് മുഅ്മിനായി മരിപ്പിക്കണേ അല്ലാഹ് ഇനി ഇൻഷാ അല്ലാഹ് പറയാൻ പോകുന്ന സ്വലാത്ത് ഒരു സ്വലാത്തും സലാമും നമ്മൾ എപ്പോഴും വെറുതെ ആക്കാൻ പാടില്ല നിസ്കാരം സ്വീകരിക്കണമെങ്കിൽ സ്വലാത്ത് ചൊല്ലൽ നിർബന്ധമാണ് അങ്ങനെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കാര്യമാണ് സ്വലാത്ത് പ്രയാസങ്ങളും പ്രതിസന്ധികളും വന്നാലും പരിഹാരം സ്വലാത്താ നാളെ ഈ ലോകത്തിൽ നിന്ന് നമ്മൾ ഓരോരുത്തരും വിട പറഞ്ഞു പോകുമ്പോ അവറങ്ങ് പോകവന്റെ ജീവിതത്തിലേക്ക് കടന്നു പോകുമ്പോ പിന്നെ മഹ്ശറിലേക്ക് കടന്നു ചെല്ലുമ്പോ ഓരോ നബിമാരും നമ്മളെ കഴിയൊഴിയുകയാ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ ഖാതിമുൻ നബിയ്യീൻ ഹബീബ് നബി മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെയുള്ള 1,24,000 പരം അംബിയ മുർസലുകള് നമ്മളെ കൈയൊഴിയുമ്പോ അവരെ കാണാൻ വേണ്ടി പോകുമ്പോ ഓരോ പ്രവാചകന്മാരും പറയുകയാണ് നഫ്സി നഫ്സി ഇന്ന് എന്റെ കാര്യം തന്നെ പ്രയാസമാ നിങ്ങൾ ഇന്നാലിന്റെ പ്രവാചകന്റെ അടുക്കലേക്ക് പോയിക്കോളൂ എന്ന് പറയുന്ന ഓരോ പ്രവാചകന്മാരുടെയും മുന്നിലേക്ക് നമ്മൾ പോവുകയാണ് പോകുന്ന ഒരു അവസ്ഥ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം വളരെ പ്രയാസപ്പെട്ട് വളരെ ബുദ്ധിമുട്ടിക്കൊണ്ട് ഓരോ ആളുകളും മഹ്ശറയിലേക്ക് ഒരുമിച്ച് കൂടുകയാണ് എങ്ങനെ ഓരോ ആളുകളും മഹ്ശറയിൽ ഒരുമിച്ച് കൂടുന്ന സമയത്ത് സൂര്യനാണെങ്കിലോ ഒരു അകലത്തിൽ കത്തി ജ്വലിച്ച് നിൽക്കുകയാ പല ആളുകളും പ്രയാസത്തിലും വിയർപ്പിലും ബുദ്ധിമുട്ടിലും മുങ്ങി കുളിക്കുകയാ ആ സമയത്ത് ശഫാഅത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഓരോരുത്തരും ചെല്ലുന്നത് ഹബീബായ തങ്ങളുടെ സന്നിധാനത്തിലേക്കാണ് അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പറയും ഞാൻ തന്നെയാണ് ശഫാഅത്തിന് അർഹൻ എന്ന് പറയുകയാണ് അന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ ശഫാഅത്ത് കിട്ടണമെങ്കിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ ധാരാളം സ്വലാത്ത്
الله على محمد صلى الله عليه وسلم صلى 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 الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സദസ്സ് സ്വീകരിക്കുമാറാവട്ടെ. എന്തെങ്കിലും പോരായ്മകളോ എന്തെങ്കിലും വന്നു പോയിട്ടുണ്ടെങ്കിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് പുറത്തു തരുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മൾ തൗബ മജ്ലിസിലേക്ക് കടക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഓരോ ആളുകളും ഖൽബറിഞ്ഞുകൊണ്ട് ഔറത്തൊക്കെ പൂർണ്ണമായി മറച്ചു എന്നുള്ള ഓരോ ലക്ഷ്യത്തോടു കൂടിയായിരിക്കാം ഇരിക്കേണ്ടത്. ഇത് നമ്മുടെ തൗബയുടെ സദസ്സാണ്. തൗബ എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് ഇന്ന് നമ്മുടെ ഈ സദസ്സ് അല്ലാഹു സ്വീകരിച്ചാൽ ഇതുവരെയും അല്ലാഹു നമ്മൾ ചെയ്ത എല്ലാ തെറ്റുകളും അല്ലാഹു പുറത്തു തരും. ഇനി ഒരു തെറ്റിലേക്കും കുറ്റത്തിലേക്കും ഞാൻ പോകൂല, ഇനി ഞാൻ ആ തെറ്റ് ഞാൻ ചെയ്യൂല, ഇനി ഒരിക്കലും എന്ത് വന്നാലും ശരി ഞാൻ ആ തെറ്റ് ഞാൻ ആവർത്തിക്കൂല എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയായിരിക്കണം ഓരോ ആളുകളും ഇൻഷാ അല്ലാഹ് ഉണ്ടാവേണ്ടത്. അതുകൊണ്ട് ഓരോ ആളുകളും മനമൊരുക്കിക്കൊണ്ട് ഖൽബ് തട്ടിക്കൊണ്ട് കൈ ഉയർത്തിക്കൊണ്ട് അല്ലാഹുവിനോട് നമ്മൾ എന്ത് ചെയ്യാണ്? തൗബ എന്ന് പറയുന്നത് ഒരു പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന നമ്മൾ ഓരോരുത്തരും ചൊല്ലിത്തരും. അറബിയും ചൊല്ലും, അതിന്റെ മലയാളവും ചൊല്ലും. അപ്പോൾ ഓരോരുത്തരും അതിന്റെ അർത്ഥവും അതുപോലെ ആ പറയുന്നതിന്റെ മഴയും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം ഓരോരുത്തരും പറയേണ്ടത്. ഇൻഷാ അല്ലാഹ് നമ്മൾ തൗബ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അതിനുശേഷം ഇൻഷാ അല്ലാഹ് നമുക്ക് പെട്ടെന്ന് യാസീൻ ഓതിയിട്ട് പെട്ടെന്ന് നമുക്ക് ദുആ ചെയ്യേണ്ടതുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഖൽബോടെ സമർപ്പിക്കണേ, അല്ലെങ്കിൽ ഈ വേദി വേസ്റ്റായി പോകും. അപ്പോൾ മനസ്സറിഞ്ഞുകൊണ്ട് ഓരോരുത്തരും ചൊല്ലുക. കയ്യിനെ നല്ലതുപോലെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടായിരിക്കണം ഓരോരുത്തരും ചൊല്ലേണ്ടത്. അസ്തഗ്ഫിറുല്ലാഹൽ അദീം. ഞാൻ ചൊല്ലിത്തരും, ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഓരോരുത്തരും ഏറ്റ് ചൊല്ലണേ. അസ്തഗ്ഫിറുല്ലാഹൽ അദീം അസ്തഗ്ഫിറുല്ലാഹൽ അദീം അസ്തഗ്ഫിറുല്ലാഹൽ അദീം അൽ ഖദീം അൽ കരീം അർ റഹീം അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം മിൻ കുല്ലി ദംബിൻ أذنبته عمدا أو خطأ أو سرا أو علانية أو صغيرا أو كبيرا وأتوب إليه من الذنب الذي أعلم ومن الذنب الذي لا أعلم إنك أنت العلام الغيوب. أستغفر الله عن جميع ما كره الله قولا وفعلا وعملا وخاطرا وناظرا. يا أيها الذين آمنوا توبوا إلى الله توبة نصوحا. ഞങ്ങളുടെ തമ്പുരാനെ, ഞങ്ങൾ നിന്നോട് അറിഞ്ഞും അറിയാതെയും മറവിയാലും വെളിച്ചമായും പരസ്യമായും ചെയ്ത എല്ലാ ചെറുദോഷത്തെ തൊട്ടും എല്ലാ വൻദോഷത്തെ തൊട്ടും ഞങ്ങൾ നിന്റെ
വിശുദ്ധ ഖുർആനിൽ കൽപ്പിച്ച പ്രകാരം ഖാലിസായി തൗബ ചെയ്ത് മടങ്ങുകയും മേലാൽ യാതൊരു ദോഷവും ചെയ്യുകയില്ലെന്ന് ഞങ്ങൾ നല്ലവണ്ണം കരുതി ഉറപ്പിച്ചു തമ്പുരാനെ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ഞങ്ങളുടെ തമ്പുരാനെ, ഞങ്ങൾ അനേകം കുറ്റങ്ങളും ദുർമര്യാദയും ചെയ്ത പാപികളാകുന്നു. ഞങ്ങളുടെ ദോഷത്തിന്റെ വലുപ്പം കൊണ്ടും വണ്ണം കൊണ്ടും ഞങ്ങൾക്ക് നീ പുറത്തു തന്ന് കൃപ തന്നിട്ടില്ലെങ്കിൽ തീർച്ചയായും ഞങ്ങൾ നിന്റെ കഠിനമായ നരകത്തിൽ നിന്ന് വെന്തുരുകുന്ന ഗുണം കെട്ട അടിമകളാകും അല്ലാഹ്. നിന്റെ കൃപ കൊണ്ടും ആദരവായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബറകത്ത് കൊണ്ടും ജഹന്നമെന്ന് പറയുന്ന നരകത്തിനെ തൊട്ട് ഞങ്ങളെ നീ കാക്കണേ അല്ലാഹ്. റബ്ബനാ لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ഞങ്ങളുടെ തമ്പുരാനെ, ഞങ്ങളുടെ തൗബയെ ഖബൂൽ ചെയ്തതിലും പിന്നെ അതിൽ നിന്ന് വിട്ട് മത്സരബുദ്ധിയായ പിശാചിന്റെ കയ്യിൽ നിന്നും ഞങ്ങളെ രക്ഷപ്പെടുത്തുകയും ചെയ്യണം അല്ലാഹ്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അലൈനാ നഹ്യാ വഅലൈഹാ നമൂതു വഅലൈഹാ നുബഅസു ഇൻഷാ അല്ലാഹ്. ഞങ്ങളുടെ തമ്പുരാനെ, ഞങ്ങളുടെ ഈമാനോടുകൂടി ഞങ്ങളെ ജീവിപ്പിച്ച് ഈമാനോടുകൂടി ഞങ്ങളെ മരിപ്പിച്ച് ഈമാനോടുകൂടി ഖബറിന്റെ അകത്തിൽ അകം കടത്തി ഖബറിൽ നിന്ന് രണ്ടാമത് ഹയാത്താക്കി മഹ്ശറക്കുള്ള യാത്രയാക്കി ഞങ്ങളുടെ നന്മതിന്മ എളുപ്പത്തിൽ കിതാബ് നൽകുകയും ഞങ്ങളുടെ വലക്കൈയിൽ തിരിച്ച് നീ ഞങ്ങൾക്ക് നൽകുകയും ചെയ്യണേ അല്ലാഹ്. ഇടക്കൈയിൽ കിതാബ് നൽകപ്പെടുന്ന ഒരു അവസ്ഥ ഞങ്ങൾക്ക് നീ നൽകല്ല അല്ലാഹ്. നിന്റെ ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശഫാഅത്തിൽ ഒരുമിച്ച് കൂടി ജന്നാത്തുൽ ഫിർദൗസിൽ ഞങ്ങളെ കടത്തി അല്ലാഹുവേ, നബിയുടെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നേതൃത്വത്തിൽ നടത്തുന്ന ഹൗദുൽ കൗസറിലും അതുപോലെ അവിടെ നടത്തുന്ന തൃക്കല്യാണങ്ങളിലും പങ്കെടുക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ സ്വർഗീയ പദവി നീ ഉയർത്തണേ അല്ലാഹ്. നരകശിക്ഷയിൽ നിന്ന് ഞങ്ങളെ നീ കാക്കണേ അല്ലാഹ്. നരകത്തിന്റെ വിറകായിക്കൊണ്ട് മാറുന്ന അവസ്ഥയെ തൊട്ട് നീ കാത്ത് രക്ഷിക്കണേ അല്ലാഹ്. ബിഹഖി ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ബിഹഖി ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ബിഹഖി ലാ ഇലാഹ ഇല്ലല്ലാഹു
മുഹമ്മദുർ റസൂലുള്ളാഹ്. തഖബ്ബലല്ലാഹു, അല്ലാഹു സ്വീകരിക്കട്ടെ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇവിടെ ചോദിക്കുന്ന സമയത്ത് അള്ളാഹു ആണ് തരുന്ന ആള്. നമ്മൾ കുറെ പവറും പത്രാസും കുറെ ചൊറുക്കിൽ തോരുന്നോണ്ടൊന്നും കാര്യമില്ല. ഇൻഷാ അല്ലാഹ് ആമീൻ പറയുന്ന ആളുകളുടെ പ്രാർത്ഥന അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കണം. അതിന് വേണ്ടിയിട്ടൊക്കെയാണ് ഈ ദുആക്കൊക്കെയാണ് നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഈ റമദാൻ ഷരീഫ് കടന്നു വന്നത് മുതൽ ഇതുവരേക്കും ഒരുപാട് സുഹൃത്തുക്കൾ നമ്മൾ ചെയ്തു. പ്രത്യേകിച്ച് ധാരാളം ഖത്മുൽ ഖുർആനുകൾ നമ്മൾ ഓരോരുത്തരും ചെയ്തു. ഒരുപാട് ദാനധർമ്മങ്ങൾ നൽകി. എല്ലാതും മനസ്സിൽ മുൻനിർത്തിക്കൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മൾ ദുആ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മൾ ഖത്മുൽ ഖുർആനിന്റെ പ്രാർത്ഥന ഉണ്ടായത് കൊണ്ട് തന്നെ ഓരോ ആളുകളും ഫാത്തിഹ, ഇഖ്ലാസ്, മുഅവ്വിദത്തൈനി ഓരോരുത്തരും ഓത്. അതിനുശേഷം ഇൻഷാ അല്ലാഹ് നമുക്ക് പെട്ടെന്ന് ദുആ ചെയ്യാം. ചീരിന് വാങ്ങാതെ ഒരാൾ പോകരുതല്ലോ. ഇൻഷാ അല്ലാഹ് അടുത്ത മജ്ലിസിനോട് ചൊവ്വാലിലേക്കാണ് വരിക. അപ്പോൾ ചൊവ്വാലയുടെ അവസാന ഞായറാഴ്ച ഇൻഷാ അല്ലാഹ് ചീരിന് തരാൻ ഉദ്ദേശിക്കുന്ന ആളുകളൊക്കെ അറിയിക്കുക ഇൻഷാ അല്ലാഹ്. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. صدق الله العلي العظيم. ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യാൻ വേണ്ടി പോകണം. ഖത്മുൽ ഖുർആനിനെ പൂർണ്ണമായിട്ടും എന്ത് ചെയ്യുന്നില്ല, നമ്മൾ ദുആ ചെയ്യുന്നില്ല. വളരെ ഷോർട്ട് ആക്കിയിട്ട് എന്ത് ചെയ്യാം, കുറച്ചുകൊണ്ടിട്ട് മാത്രമാണ് ദുആ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഓരോരുത്തരും ആമീനുകൾ പറയുക. റബ്ബ് തആല ഖബൂൽ ചെയ്യുമാറാവട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. صدق الله مولانا العظيم وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. اللهم انفعنا وارفعنا بالقرآن العظيم وبارك بالآيات والذكر الحكيم وتقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وتب علينا إنك أنت الجواد الكريم وعافنا من كل بلاء يا عظيم يا كريم يا رحيم يا غفور يا ودود. اللهم شفاءنا صدورنا ونور أبصارنا وذهاب همومنا وغمومنا وأحزاننا ومغفرة لذنوبنا وقضاء لحوائجنا وسائقنا وقائدنا ودليلنا دليلنا وإليك وإلى جناتك جنات النعيم. اللهم ارحمنا بالقرآن العظيم. اللهم ارحمنا بالقرآن العظيم. اللهم ارحمنا بالقرآن العظيم واجعله لنا نورا وإماما وهدى ورحمة. اللهم ذكرنا منه ما
طاعتك آناء الليل وأطراف النهار واجعله حجة لنا لا تجعله حجة علينا مولانا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. أرحم الرحيماയ മാലികുൽ മുലൂക്കായ കരുണക്കടലായ നാഥസയ്യിദായ അല്ലാഹ് ഈ സദസ്സിനെ സ്വീകരിക്കണേ തമ്പുരാനെ. ഒരുമിച്ചുകൂടിയതിനെ നീ കബൂലാക്കണേ അല്ലാഹ്. ചൊല്ലിയതിനെയും ഓതിയതിനെയും പറഞ്ഞതിനെയും നീ സ്വീകരിക്കണേ തമ്പുരാനെ. എന്തെങ്കിലും അപാകതകൾ വന്നു പോയിട്ടുണ്ട് എങ്കിൽ ഞങ്ങൾക്ക് നീ പുറത്തു തരണേ അല്ലാഹ്. ഈ സദസ്സത്ത് കാരണത്താൽ ഞങ്ങൾക്ക് മഗ്ഫിറത്ത് ലഭിക്കാനുള്ള സബബാക്കണേ അല്ലാഹ്. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ വന്നു പോയിട്ടുണ്ട് എങ്കിൽ ഞങ്ങൾക്ക് നീ പുറത്തു തരണേ തമ്പുരാനെ. അല്ലാഹുവേ ഇതിന്റെ സവാബ് ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നും മരണപ്പെട്ടു പോയവരിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. അതുപോലെ ഞങ്ങളുടെ പള്ളിക്കാട്ടിൽ നിന്ന് വിശ്രമങ്ങൾ വന്ന മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകളുണ്ട്, എല്ലാവരിലേക്കും നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. പ്രത്യേകിച്ച് സ്വഹാബിൽ ബദ്രീങ്ങളുടെ ഹദ്റത്തിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. ഈ സദസ്സ് നീ കബൂലാക്കണേ അല്ലാഹ്. ഈ സദസ്സ് നീ സ്വീകരിക്കണേ തമ്പുരാനെ. ഈ സദസ്സിന്റെ ഹഖ് കൊണ്ട് ബറകത്ത് കൊണ്ട് അല്ലാഹ് ഞങ്ങൾക്ക് നീ റഹ്മത്ത് ചൊരിയണേ അല്ലാഹ്. ബറകത്ത് ചൊരിയണേ അല്ലാഹ്. നീ പാപം പുറത്തു തരണേ അല്ലാഹ്. മണിക്കൂറോളമായി ഞങ്ങൾ ഇരിക്കുന്നു, മണിക്കൂറോളമായി ഞങ്ങൾ ഇരുന്നു കൊണ്ട് ഒരുപാട് സുഹൃത്തുക്കൾ ചൊല്ലുന്നു. എല്ലാം നീ കബൂലാക്കണേ അല്ലാഹ്. എല്ലാം നീ സ്വീകരിക്കണേ അല്ലാഹ്. എല്ലാം നീ പുറത്തു തരണേ തമ്പുരാനെ. അല്ലാഹുവേ ഒരുപാട് ആളുകൾ പലവിധ മുറാദും കരുതിക്കൊണ്ട് ഈ സദസ്സിലേക്ക് സംഭാവനകൾ അർപ്പിച്ച ആളുകളുണ്ട് അല്ലാഹ്. നീ കബൂലാക്കണേ അല്ലാഹ്. നീ സ്വീകരിക്കണേ അല്ലാഹ്. പ്രത്യേകിച്ച് പ്രിയപ്പെട്ട സഹോദര സഹോദരിമാര്, ഞാനടക്കമുള്ള ഉസ്താദുമാർക്ക് ദാനധർമ്മങ്ങൾ നൽകിയവരുണ്ട് അല്ലാഹ്. കബൂലാക്കണേ അല്ലാഹ്. സ്വീകരിക്കണേ അല്ലാഹ്. റമളാൻ കടന്നു വന്നപ്പോ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാര് 3 നേരവും നല്ല വിഭവസമൃദ്ധമായ ഭക്ഷണങ്ങൾ കൊടുത്തയച്ച ഉമ്മമാരുണ്ട്. അതിന്റെ സഹകരണങ്ങൾ നൽകി കൊടുത്ത പ്രിയപ്പെട്ട ഉമ്മമാരുണ്ട്. അവർക്ക് നീ ഖൈർ കൊടുക്കണേ അല്ലാഹ്. ബറക്കത്ത് കൊടുക്കണേ അല്ലാഹ്. ഉസ്താദുമാർക്ക് ഭക്ഷണം കൊടുക്കുന്നതിന്റെ ഹഖ് കൊണ്ട് ബറക്കത്ത് കൊണ്ട് അല്ലാഹ് അവർക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. സമ്പത്തിൽ അഭിവൃദ്ധി പ്രദാനം ചെയ്യണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങൾക്ക് താങ്കൾ തണ്ണലുമായി നിന്നിരുന്ന ഒരുപാട് സഹോദര സഹോദരിമാർ ഇന്ന് 6 അടി മണ്ണില്ല. ഞങ്ങളുടെ ഉമ്മമാരെ ഖബറില്ല, ഞങ്ങളുടെ ഉപ്പമാരെ ഖബറില്ല, ബന്ധമിത്രാദികൾ ഖബറില്ല, ഞങ്ങളോട് ബന്ധപ്പെട്ടവരെ ഖബറില്ല. ബർസഖ ജീവിതം സന്തോഷത്തിലാക്കണേ അല്ലാഹ്. റാഹത്തിലാക്കണേ അല്ലാഹ്. സമാധാനത്തിലാക്കി കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ നീ ഉയർത്തി കൊടുക്കണേ അല്ലാഹ്. ഈ സദസ്സത്ത് കാരണത്താൽ ഞങ്ങൾക്കും അവർക്കും നീ മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാഹ്. റഹ്മത്ത് കൊടുക്കണേ അല്ലാഹ്. ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങളും 6 അടി മണ്ണിലേക്ക് പോകുമ്പോ ഇന്നാലിന്റെ വ്യക്തി മരണപ്പെട്ടിരിക്കുന്നു എന്ന് പള്ളിയിൽ നിന്ന് അനൗൺസ്മെന്റ് ചെയ്യുകയാ. കൂട്ടം കൂട്ടമായി ആളുകൾ കടന്നു വരികയാണ് ഞങ്ങളെ കാണാൻ വേണ്ടിയിട്ട്. നമ്മുടെ താടിയിൽ കെട്ടിയിട്ടുണ്ട്, നമ്മുടെ കാലുകൾ പരസ്പരം കെട്ടിയിട്ടുണ്ട്, നമ്മുടെ ശരീരത്തിൽ വെള്ള പുതപ്പ് കൊണ്ട് മൂടിയിട്ടുണ്ട്. അങ്ങനെ ആ കിടക്കുന്ന കിടത്തം നല്ല പുഞ്ചിരിയോടുകൂടി കിടക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. അതിനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്. നല്ല മനുഷ്യനാണ് മരണപ്പെട്ടു പോയത് എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് ഷഹാദത്ത് പറയുന്ന നല്ല നല്ല ആളുകളെ നൽകണേ അല്ലാഹ്. ഞങ്ങൾക്ക് മയ്യിത്ത് നിസ്കരിക്കുന്ന, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥന നിർവഹിക്കുന്ന സയ്യിദന്മാരെയും അതുപോലെ നല്ല ആളുകളെയും ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്. ഈ നിസാരമായി ഈ ലോകത്ത് ഞങ്ങൾ ജീവിക്കുമ്പോ നാളെ ഞങ്ങളിതാ മരണപ്പെട്ടു പോയി എന്ന് ഞങ്ങൾ പറയുമ്പോ ഞങ്ങളെല്ലാവരും പോകുന്ന സ്ഥലം എന്ന് പറയുന്നത് ഖബറാ. ആ ഖബർ ജീവിതം നീ സന്തോഷത്തിലാക്കണേ അല്ലാഹ്. റാഹത്തിലാക്കി
സന്തോഷത്തിലാക്കി കൊടുക്കണേ അല്ലാ, സമാധാനത്തിലാക്കി തരണേ തമ്പുരാനെ. അല്ലാഹുവേ, പലവിധ വിഷമങ്ങളും വേദനകളും യാതനകളും നൊമ്പരങ്ങളും സഹിച്ചുകൊണ്ട് ഈ സദസ്സിൽ ഇരിക്കുന്നവരുണ്ട് അല്ലാ. റമദാൻ 1 മുതൽ ഇതുവരേക്കും ഒരുപാട് സദസ്സുകളിൽ ഇരുന്ന ഉമ്മമാരുണ്ട്, ഉപ്പമാരുണ്ട്. പ്രത്യേകിച്ച് ഓരോ ഞായറാഴ്ചകളും നടന്ന ക്ലാസുകളിൽ സജീവമായി പങ്കെടുത്തവരുണ്ട്. അതിൽ സ്വതകൾ അർപ്പിച്ചവരുണ്ട്, ദാനധർമ്മങ്ങൾ നൽകിയവരുണ്ട്, ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുണ്ട്. അവർക്കൊക്കെ നീ ഖൈർ കൊടുക്കണേ അല്ലാ, ബറക്കത്ത് കൊടുക്കണേ അല്ലാ, സലാമത്ത് കൊടുക്കണേ അല്ലാ, സമ്പത്തിൽ അഭിവൃദ്ധി പ്രദാനം ചെയ്യണേ അല്ലാ. ഇന്ന് ഒരുപാട് ഉമ്മമാരാണ് ഇന്ന് സമാപനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് കടന്നു വന്നിട്ടുള്ളത്. ഉപ്പമാര് കടന്നു വന്നിട്ടുണ്ട് റബ്ബേ. അവർക്കെല്ലാവർക്കും നീ ഖൈർ കൊടുക്കണേ അല്ലാ, ബറക്കത്ത് കൊടുക്കണേ അല്ലാ, സലാമത്ത് കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, രോഗങ്ങളെ കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകളുണ്ട്, ദുആ കൊണ്ട് വസിയ്യത്ത് നൽകിയിട്ടുണ്ട്. അല്ലാഹുവേ, നമ്മുടെ ശരീരങ്ങളിലും അതുപോലെ ആരൊക്കെയാണോ പ്രയാസപ്പെടുന്നത് അവരുടെ അസുഖങ്ങളൊക്കെ നീ സുഖപ്പെടുത്തി കൊടുക്കണേ അല്ലാ. നീ കൊടുത്ത രോഗമാണ്, നീ ശിഫയാക്കാൻ അർഹനാണ് അല്ലാ. ശാഫിയും കാഫിയും മുആഫിയും നീയാണല്ലോ അല്ലാ. അസുഖങ്ങളൊക്കെ നീ സുഖപ്പെടുത്തി കൊടുക്കണേ അല്ലാ. എല്ലാ രോഗത്തിന്റെ കണികളിൽ ഞങ്ങളുടെ ഉപ്പമാരുടെയും ഉമ്മമാരുടെയും ശരീരങ്ങളിൽ ഒളിഞ്ഞു കിടക്കുന്നുണ്ട് എങ്കിൽ എല്ലാ രോഗത്തിന്റെ കണികളെയും നീ ധരിച്ചു കളയണേ അല്ലാ, ധരിച്ചു കളയണേ അല്ലാ. ക്യാൻസർ നൽകില്ല അല്ലാ, ട്യൂമർ നൽകില്ല അല്ലാ, ഹാർട്ട് സംബന്ധമായ കിഡ്നി സംബന്ധമായ രോഗങ്ങളൊന്നും ഞങ്ങൾക്ക് നീ നൽകില്ല അല്ലാ. അല്ലാഹുവേ, വീടും പറമ്പും വിറ്റുകൊണ്ട് ചികിത്സിക്കുന്ന അവസ്ഥയെ തൊട്ട് നീ കാത്തു രക്ഷിക്കണേ അല്ലാ. പ്രിയപ്പെട്ട ഒരു ഉസ്താദ് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്, ലിവർ മാറ്റി വെക്കണം എന്നാണ് ഡോക്ടർമാർ വിധി എഴുതിയിട്ടുള്ളത്. അല്ലാഹുവേ, ആ സഹോദരനിക്ക് ആ ഉസ്താദിനിക്ക് പരിപൂർണമായ ശിഫ നീ കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, മഹല്ലത്തിൽ നിന്നോട്ടും അതുപോലെ മറ്റുള്ള ആളുകളിൽ നിന്നും വന്നുകൊണ്ട് അല്ലാഹുവേ സഹായത്തോടുകൂടി ചികിത്സിക്കേണ്ട ഗതികേട് ഞങ്ങളുടെ കുടുംബത്തിന് നീ നൽകല്ല അല്ലാ. കുടുംബത്തിൽ പെട്ട ഒരുപാട് നീ നൽകല്ല അല്ലാ. നീ പടച്ചതും പടക്കാനുമുള്ളതുമായ മുസീബത്തുകളെ തൊട്ട് നീ കാത്ത് രക്ഷിക്കണേ അല്ലാ, നീ കാത്ത് രക്ഷിക്കണേ അല്ലാ. വിവാഹപ്രായമെത്തിയ ആളുകളുണ്ട് അല്ലാ, അവർക്ക് അനുയോജ്യമായ ഭാര്യ ഭർത്താക്കന്മാരെ കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, വീട് പണി തുടങ്ങി വെച്ച ആളുകളുണ്ട്, ഞാനടക്കമുള്ള ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയ്യത്തിനോട് പറഞ്ഞ ആളുകളുണ്ട്. വീട് പണി പൂർത്തീകരിക്കാൻ ദുആ ചെയ്യണേ, കടങ്ങൾ വീടാൻ വേണ്ടി ദുആ ചെയ്യണേ എന്ന് പറഞ്ഞവരുണ്ട്. അല്ലാഹുവേ, ഖൈറാക്കി കൊടുക്കണേ അല്ലാ. എല്ലാ കാര്യങ്ങളിലും നീ ഖൈർ കൊടുക്കണേ അല്ലാ. നിങ്ങൾ ഓരോരുത്തരുടെയും എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെയും എന്റെ ഉമ്മമാരെയും അകറ്റുന്ന ഏറ്റവും വലിയ പ്രയാസം എന്ന് പറയുന്നത് കടങ്ങളാണ്, കടങ്ങളാണ്, കടങ്ങളാണ് അല്ലാ. കടങ്ങളൊക്കെ നീ വീട്ടിൽ തരണേ അല്ലാ. ഹലാലായ മാർഗം നീ കാണിച്ചു തരണേ അല്ലാ. അതുകൊണ്ടൊരു വഴി നീ ഞങ്ങൾക്ക് നീ തുറന്നു നൽകണേ അല്ലാ. അല്ലാഹു, ഇന്നത്തെ സദസ്സിലേക്ക് ചേരുന്ന സഹോദരന്റെ മുമ്പ് പവിത്രമായ റമദാൻ ശരീഫിലാണ് ഇവിടെ പറഞ്ഞു പോയത്. അല്ലാഹു, 1 വർഷം തികയുകയാണ്. ആ ഉപ്പാക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാ. ആ ഉപ്പാക്ക് നീ റഹ്മത്ത് ചൊരിയണേ അല്ലാ. അവരുടെ ജീവിതം നീ സന്തോഷത്തിലാക്കി കൊടുക്കണേ അല്ലാ, റാഹത്തിലാക്കി കൊടുക്കണേ അല്ലാ, സമാധാനത്തിലാക്കി കൊടുക്കണേ അല്ലാ. എല്ലാ അദാബുകളിൽ നിന്നും പരിപൂർണമായ മോചനവും കറാബലും നീ കൊടുക്കണേ അല്ലാ. ഈ റമദാനിനെ ഞങ്ങൾക്ക് അനുകൂലമായി സാക്ഷി പറയുന്ന റമദാനാക്കണേ അല്ലാ. പ്രതികൂലമായി സാക്ഷി പറയുന്ന റമദാനിനെ തൊട്ട് നീ കാത്തു രക്ഷിക്കണേ അല്ലാ. നോമ്പുകാർക്ക് തയ്യാർ ചെയ്തറിയാവുന്ന കവാടത്തിലൂടെ കുടുംബസമേതം ഞങ്ങൾക്ക് നീ സ്വർഗ്ഗം വജൂബാക്കണേ അല്ലാ. ലക്ഷക്കണക്കിന് ആളുകൾക്ക് നീ നരകമോചനം കൊടുക്കുമ്പോ സാധുക്കളായ ഞങ്ങൾക്ക് നീ നരകമോചനം നൽകണേ അല്ലാ. നരകത്തിന്റെ ചൂട് ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയൂലല്ലോ അല്ലാ. ഞങ്ങളെ നീ സഹായിക്കണേ അല്ലാ. ചോദിക്കാൻ ഒരു അർഹതയുമില്ല എങ്കിലും അല്ലാഹുവിന്റെ ഫضل കൊണ്ട് ജോതി കൊണ്ട് കർമ്മ കൊണ്ട് ഞങ്ങൾക്ക് നീ നരകമോചനം നൽകണേ അല്ലാ. സ്വർഗ്ഗപ്രവേശനം നീ നൽകണേ അല്ലാ. വിദേശത്ത് പ്രയാസപ്പെടുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് നീ ഖൈർ കൊടുക്കണേ അല്ലാ, ബറക്കത്ത് കൊടുക്കണേ അല്ലാ. പ്രിയപ്പെട്ട ഉമ്മമാരുണ്ട് അല്ലാ, വേദനകൾ സഹിക്കുന്ന ഉമ്മമാരുണ്ട് അല്ലാ. വേദനകളൊക്കെ നീ മാറ്റി കൊടുക്കണേ അല്ലാ. വിദേശത്തുള്ള ഭർത്താക്കന്മാരുടെ ജോലി നീ ഖൈർ കൊടുക്കണേ അല്ലാ, ബറക്കത്ത് കൊടുക്കണേ അല്ലാ.
സലാമത്ത് കൊടുക്കണേ അല്ലാഹ്. എന്നെ സഹായിച്ച ഒരുപാട് ആളുകളുണ്ട്. വിശുദ്ധ റമദാൻ ശരീഫ് കടന്നു വന്നപ്പോൾ ഇത് ഉസ്താദിനുള്ളതാണ് എന്ന് പറഞ്ഞുകൊണ്ട് പല ആളുകളും ഉമ്മമാർക്ക് കൊടുത്തയച്ച ആളുകളുടെ സ്വതകൾ നൽകിയവരുണ്ട്. നീ കബൂലാക്കണേ അല്ലാഹ്, സ്വീകരിക്കണേ അല്ലാഹ്. ഉമ്മമാരെ ഉപ്പമാരെ നിങ്ങൾക്ക് തിരിച്ചു തരാനുള്ളത് അല്ലാഹുവേ നീ സ്വീകരിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ ആരൊക്കെയാണോ അതിനോട് സഹകരിച്ചത് സഹായിച്ചതെങ്കിൽ അർഹമായ പ്രതിഫലം രണ്ട് ലോകത്തും നീ കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ ഞങ്ങളുടെ മനസ്സിൽ തള്ളിക്കിടക്കുന്ന എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും നീ മാറ്റിത്തരണേ അല്ലാഹ്. ബുദ്ധിമുട്ടുകളൊക്കെ നീ നീക്കി തരണേ തമ്പുരാനെ. അല്ലാഹുവേ ഖൈറിന്റെ വാഗ്ദാനങ്ങളായി കൊണ്ട് തന്നെ ജീവിച്ച് ഖൈറിന്റെ വാഗ്ദാനങ്ങളായി മരിക്കുന്ന അവസ്ഥ നീ നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ ഞങ്ങളുടെ മനസ്സിലുള്ള വിഷമങ്ങളും പ്രയാസങ്ങളും നീ മാറ്റി തരണേ അല്ലാഹ്. ഈ റമദാൻ ശരീഫ് കടന്നു വന്നപ്പോ ഈ പരിപാടികളെ സംഘടിപ്പിക്കാൻ ഓടി നടക്കുന്ന പ്രിയപ്പെട്ട കമ്മിറ്റി ഭാരവാഹികള്, പ്രത്യേകിച്ച് പ്രിയപ്പെട്ട സംസു അടക്കമുള്ള ഒരുപാട് ഉമ്മമാരിൽ പല ആളുകളും ഇതിനോട് സഹകരിച്ചിട്ടുണ്ട്. എല്ലാവർക്കും നീ ഖൈർ കൊടുക്കണേ അല്ലാഹ്, ബറക്കത്ത് കൊടുക്കണേ അല്ലാഹ്. നോമ്പ് തുറയുമായി ബന്ധപ്പെട്ട് പള്ളി നിർമ്മാണവും പള്ളിയുടെ മൂത്രപ്പുര നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട് സഹകരിച്ച് സഹായിച്ചവരുണ്ട്. എല്ലാവർക്കും നീ ഖൈർ കൊടുക്കണേ അല്ലാഹ്, ബറക്കത്ത് കൊടുക്കണേ അല്ലാഹ്, സലാമത്ത് കൊടുക്കണേ തമ്പുരാനെ. ജോലിയൊക്കെ നീ ഖൈറും ബറക്കത്തും നീ കൊടുക്കണേ അല്ലാഹ്. മക്കളില്ലാതെ നിന്റെ മേലിൽ വിഷമിക്കുന്നവരുണ്ട് അല്ലാഹ്, സ്വാലിഹായ മക്കളൊക്കെ നീ കൊടുക്കണേ അല്ലാഹ്. വയോവൃദ്ധനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുട്ടിയെ കൊടുത്തത് നീയാണ്. മറിയം ബേബിക്ക് മറിയം ബേബിക്ക് ഭർത്താവില്ലാതെ കുട്ടിയെ കൊടുത്തത് നീയാണല്ലോ. അല്ലാഹുവേ തന്റെ ഭാര്യയും ഭർത്താവും മുഖത്തോട് മുഖം നോക്കിക്കൊണ്ട് വിഷമിച്ചുകൊണ്ട് കണ്ണീരേറി ഒലിപ്പിക്കുന്ന ദമ്പതിമാർ കൂട്ടത്തിലുണ്ട്, കുടുംബത്തിലുണ്ട്. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. അല്ലാഹുവേ സ്വാലിഹായ സന്താനങ്ങളെ കൊടുക്കണേ അല്ലാഹ്. തന്ന മക്കളൊക്കെ നീ സജ്ജനങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്, ആലിമീങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്, ആഫിദീങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. നാട്ടുകാർക്കും അനുയോജ്യമായ മക്കളാക്കണേ അല്ലാഹ്. ഞങ്ങൾ ഓരോരുത്തരും മരണപ്പെട്ടു പോകുമ്പോ ഞങ്ങളുടെ ഖബറിന്റെ സാദത്ത് വന്നുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി അസ്സലാമു അലൈക യാ ഹബീബ്, അസ്സലാമു അലൈക യാ ഉമ്മീ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന മക്കളെ നീ നൽകണേ അല്ലാഹ്. മക്കളെ പുത്തനാശയക്കാരനാക്കല്ല അല്ലാഹ്, തമ്മാടിയാക്കല്ല അല്ലാഹ്, കഞ്ചാവിന്റെ അടിമകളാക്കി മാറ്റല്ല അല്ലാഹ്, ലഹരിയുടെയും മയക്കുമരുന്നിന്റെയും അടിമകളാക്കി മാറ്റല്ല അല്ലാഹ്. അല്ലാഹുവേ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ എഴുതുന്ന SSLC പരീക്ഷ അതുപോലെ പ്ലസ് ടു പരീക്ഷകളിലൊക്കെ വൻ വിജയം കൊടുക്കണേ അല്ലാഹ്. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ മുറാദുകളൊക്കെ നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാഹ്. ഈ റമദാൻ ഞങ്ങൾക്ക് അനുകൂലമായി സാക്ഷി പറയുന്ന അവസ്ഥ നൽകണേ അല്ലാഹ്, അവസ്ഥ നൽകണേ അല്ലാഹ്. പരാജിതരുടെ കൂട്ടത്തിൽ ഞങ്ങൾ ഒരാളെയും നീ ഉൾപ്പെടുത്തില്ല അല്ലാഹ്, നീ ഉൾപ്പെടുത്തല്ല അല്ലാഹ്. അല്ലാഹുവേ നരകമോചനം നൽകണേ അല്ലാഹ്. اللهم اعتق رقابنا ورقاب آبائنا وأمهاتنا وسائر أقربائنا من الديون والمظالم والفتن والنار. اللهم اعتقنا من النار، اللهم اعتقنا من النار، اللهم اعتقنا من النار وأدخلنا الجنة يا رب العالمين، وأدخلنا الجنة يا رب العالمين. اللهم اعتقنا واعتق والدينا واعتق أساتذتنا يا رب العالمين. اللهم إنك عفو تحب العفو فاعف عنا، اللهم إنك عفو تحب العفو فاعف عنا، اللهم إنك عفو تحب العفو فاعف عنا. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. واغفر لنا ولوالدينا ولمشايخنا ولأساتذتنا ولكل المسلمين والمسلمات والمؤمنين
والمؤمنات آمين برحمتك يا أرحم الراحمين بفضله صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم وصل على سيد الأنبياء